ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് RJ ഏലിക്കുട്ടി. ഇന്ന് ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. ഒരു കാലത്ത് ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ജീവിതത്തിന് ഒരു ഭീഷണിയായിരുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു പോളിയോ എന്നത്. പിന്നീട് ചികിത്സയില്ലാതെ പോളിയോ എന്ന മഹാരോഗത്തെ വാക്സിനേഷൻ എന്ന പ്രതിരോധ മാർഗം കൊണ്ട് നമ്മൾ അതിജീവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മളുടെ ഈ രാജ്യം അതിജീവിച്ചിട്ടുണ്ടായിരുന്നു. 2014 പോളിയോ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. പക്ഷെ എന്നിരുന്നാൽ പോലും പോളിയോ പൂർണ്ണമായിട്ടും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നും ജാഗ്രതയോടുകൂടി തുടരേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ പോളിയോ ദിനത്തിന്റെ പ്രാധാന്യം, നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇന്ന് ഈ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നിവയെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വർഷ ഷിനു. മാം, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു. ഓക്കെ മാം, അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വേൾഡ് പോളിയോ ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ശരിക്കും ഒക്ടോബർ 24 ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രാധാന്യം ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ് മാം? നമുക്ക് പോളിയോ മൈലൈറ്റിസ് എന്ന രോഗത്തിനെ കുറിച്ച് ആളുകൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനും പോളിയോ നിർമ്മാർജ്ജനത്തിനുള്ള ആഗോള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒക്ടോബർ 24 പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഒക്ടോബർ 24 തന്നെ ഇതിനെടുക്കാൻ ഒരു കാരണമുണ്ട്. 1955 ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ അഥവാ IPV കണ്ടുപിടിച്ചിട്ട് പോളിയോക്കെതിരമായിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ഡോക്ടർ ജോൺ സാൽക്ക് എന്ന ഗവേഷകനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 24. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകം കൂടിയായിട്ടാണ് നമ്മൾ ഈ ദിവസം തന്നെ പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. പോളിയോയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു രോഗം എന്താണ് എന്നും ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് പകരുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു രോഗത്തെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയുന്ന സമയത്ത് ഈ ഒരു പോളിയോ വാക്സിന്റെ പ്രാധാന്യവും ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുമല്ലോ. തീർച്ചയായും നമുക്ക് പോളിയോ എന്നുള്ള രോഗം കുറച്ചുകൂടെ ആളുകൾക്ക് ഫെമിലിയർ ആണ്. പോളിയോ ബാധിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു അംഗവൈകല്യം ബാധിച്ച ഒരാളുടെ മുഖമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ പൊതുവെ ഇത് എങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളൊരു കാരണം ആളുകൾക്കിടയിൽ ഒരു അവബോധം കുറവാണ്. പോളിയോ മൈലൈറ്റിസ് എന്നൊരു രോഗം ഒരു വൈറസ്, പോളിയോ വൈറസ് എന്നുള്ള ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. സാംക്രമിക രോഗം എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പ്രധാനമായിട്ടും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് സീരിയസ് ആവുന്ന കണ്ടീഷനിലാണ് പാരാലൈസ്, പക്ഷാഘാതം വരാനുള്ള സാധ്യതയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പോളിയോ വൈറസ് പ്രധാനമായിട്ടും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ്. അതായത് രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ മലത്തിൽ ഈ വൈറസ് ഉണ്ടാവും. അപ്പൊ ആ മലം കലർന്ന ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ വസ്തുക്കൾ, ഇപ്പൊ മിക്കവാറും നമ്മൾ ടോയ്ലറ്റിൽ പോയി വരുന്ന സമയത്തോ അല്ലെങ്കിൽ പൊതുവെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഓപ്പൺ എയറിലായിരിക്കും അവരുടെ ടോയ്ലറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തോ ആ മലം നമ്മുടെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലോ ആ വൈറസ് ആയിട്ട് ആ വൈറസ് മറ്റൊരാളുടെ വായിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, കൂടാതെ ഈ രോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അപ്പോഴുണ്ടാകുന്ന സ്രവങ്ങളിലൂടെ അടുത്തിരിക്കുന്ന ആളിലേക്കും ഈ വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഒരു മനുഷ്യന്റെ അന്നനാളത്തിലും കുടലിലുമാണ് ഈ വൈറസ് വസിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും കേസുകൾ, 75% വരെ കേസുകളിലും പ്രധാനമായിട്ട് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയാണ് അസുഖം വരുന്നത്. ചെറിയ ലക്ഷണങ്ങൾ പനി, തലവേദന, ഛർദി, ക്ഷീണം, തൊണ്ടവേദന വരാം, പേശിവേദന, പിന്നെ കഴുത്തിന്റെ പുറത്തൊക്കെ സ്റ്റിഫ്നെസ് പോലെ കാണാം. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണും. ഗുരുതരമായ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് പൊതുവെ 1% കുറഞ്ഞ ആളുകളിലാണ് നമ്മൾ ഈ പാരാലിസിസ് സംഭവിക്കുന്നത്. ഈ ഒരു പോളിയോ രോഗത്തിന് വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ ആളുകളോട് പറയാറുണ്ട് അല്ലെ? അപ്പം ഇതിനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് വാക്സിൻ എടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? നമുക്ക് പോളിയോ വാക്സിൻ നിർബന്ധമാക്കിയിരിക്കുന്നത് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം ആ രോഗത്തിനെ തടയുക എന്നുള്ളത് തന്നെയാണ്. പോളിയോ വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് വാക്സിൻ സഹായിക്കുന്നത്. പോളിയോ രോഗം വരാതിരിക്കുന്നത് തടയാൻ നമുക്ക് നിലവിൽ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം, നേരത്തെ പറഞ്ഞ പോലെ പാരാലിസിസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതൊരു തളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ആ അംഗവൈകല്യം കൊണ്ട് ആ കുട്ടി ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും. വാക്സിൻ എടുക്കുന്നതിലൂടെ ഈ ഒരു ഗുരുതരമായ അവസ്ഥ
നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. പിന്നെ വാക്സിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് പോളിയോയുടെ വാക്സിന്. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം കുട്ടികൾക്കും വാക്സിൻ കൊടുക്കുമ്പോൾ അതൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി സൃഷ്ടിക്കും. അതുവഴി വാക്സിൻ എടുക്കാത്ത കുട്ടികളിലേക്ക് വരെ വൈറസ് പകരുന്നത് നമുക്ക് തടയാൻ പറ്റും. നമ്മൾ ഒരു കൂട്ടം കുട്ടികൾ വാക്സിൻ എടുത്തു, അതിന്റെ സെന്ററിൽ നിൽക്കുന്ന ഒരു കുട്ടി വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ കൂടി മറ്റുള്ളവർ എടുക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് ഒരു പ്രതിരോധശേഷി ലഭിക്കാനുള്ള ഒരു കഴിവും കൂടെ പോളിയോയുടെ വാക്സിൻ ഉണ്ട്. പിന്നെ നമ്മുടെ വാക്സിനേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോളിയോ നിർമ്മാർജ്ജനമാണ്. നമുക്ക് ഈ ലോകത്തു നിന്ന് തന്നെ പോളിയോ എന്നുള്ള അസുഖം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതൊരു ആഗോള ലക്ഷ്യമാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ അസുഖം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ആഗോള ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ട് കൂടി ഓരോ കുട്ടിയും വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യം. ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ടാവാറുണ്ടല്ലേ? ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ് കുട്ടികൾക്ക് ഈ ഒരു പോളിയോ വാക്സിൻ നൽകേണ്ടത്? അതിന്റെ കൃത്യമായിട്ടുള്ള സമയക്രമം എങ്ങനെയാണ്? അതുപോലെ തന്നെ എത്ര ഡോസുകൾ ഏതെല്ലാം ഇടവേളകളിലാണ് നൽകേണ്ടത് എന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? പറയാം. നമുക്ക് പ്രായം പ്രധാനമായിട്ടും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നിർബന്ധമായിട്ട് നൽകേണ്ടത്. ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ നമ്മളെ വാക്സിനേഷൻ ഷെഡ്യൂളില് പോളിയോ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ ഷെഡ്യൂൾ അനുസരിച്ച് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിനും, അതായത് കുത്തിവയ്പായിട്ട് നൽകും. ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്നായിട്ട് നൽകും. ഓറൽ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ നമ്മൾ അതിന് OPV എന്ന് പറയും. അത് ജനന സമയത്ത് ജനിച്ച ഉടൻ തന്നെ ബർത്ത് ഡോസ് കൊടുക്കും. പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച അങ്ങനെ 3 ഡോസ് കൊടുക്കും. പിന്നെ പൾസ് പോളിയോ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് നമ്മൾ ദേശീയ തലത്തിലൊക്കെ വരാറുള്ളതാണ്. ആ സമയത്ത് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അധിക ഡോസ്, അവര് മുന്നേ ഉള്ള ഷെഡ്യൂളുകൾ എടുത്താണെങ്കിൽ കൂടെ അധിക ഡോസ് ആയിട്ട് പൾസ് പോളിയോ ദിനങ്ങളിലും കൂടെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. IPV അതായത് കുത്തിവയ്പ് കൊടുക്കുന്നത് 6 ആഴ്ചയിലും 14 ആഴ്ചയിലും കൊടുക്കും. 9 മാസം പൂർത്തിയായതിനു ശേഷം അതിന്റെ ബൂസ്റ്റർ ഡോസും കൂടെ കൊടുക്കും. ചില രക്ഷിതാക്കൾ ഈ ഒരു വാക്സിൻ നമ്മൾ എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി എത്ര പറഞ്ഞാലും ഈ ഒരു വാക്സിൻ എടുക്കുന്നതിനെ പറ്റി ചില ഭയം ഉള്ളിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവാറായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അവരുടെ ആ ഒരു സംശയം ദൂരീകരിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതികളെ പറ്റി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ എങ്ങനെയാണ് ഒരു ഇനിഷ്യേറ്റീവ്? നമ്മുടെ ജോലിയുടെ ഭാഗം തന്നെയാണ് ആളുകളെ അവബോധം സൃഷ്ടിക്കുക, അവർക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വാട്സപ്പും ഇന്റർനെറ്റും ഗൂഗിളും ഒക്കെ ഭരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ പറയുന്നതിനേക്കാൾ ഉപരി ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ, വോയിസുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകളൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലെ വാക്സിനെ കുറിച്ച് വരുന്ന വ്യാജ വാർത്തകള്, തെറ്റിദ്ധാരണകളൊക്കെ ചില മാതാപിതാക്കൾ വാക്സിൻ എടുക്കാൻ മടിക്കാറുണ്ട്. പിന്നെ ഉള്ള അവരുടെ ഒരു ഭയം വാക്സിൻ എടുക്കുന്നത് മൂലം കുട്ടികൾക്ക് അസുഖമോ മറ്റ് ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ. പിന്നെ ചിലവർക്ക് ഹെൽത്ത് സിസ്റ്റത്തിനോട് ഒരു വിശ്വാസക്കുറവുണ്ടാവും. നമ്മൾ ഇവിടെ വന്നാൽ അത് പ്രോപ്പർ ആവില്ല, അല്ലെങ്കിൽ ചിലർക്ക് ചില പ്രത്യേക മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക വിഭാഗങ്ങൾ ഒരു എതിർപ്പുണ്ടാവാം. അതൊക്കെയാണ് വാക്സിനെ കുറിച്ചുള്ള ഒരു എടുക്കാനുള്ള അവരൊരു ബുദ്ധിമുട്ട് പറയുന്നത്. പിന്നെ മാതാപിതാക്കൾക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഡോസും, ഇപ്പൊ പൾസ് പോളിയോനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാ ഡോസ് വാക്സിനും എടുത്തിട്ടുണ്ട്, എല്ലാ ഷെഡ്യൂളും എടുത്തിട്ടുണ്ട്, ഇനി പൾസ് പോളിയോയിൽ അധിക ഡോസ് നൽകേണ്ട ആവശ്യമില്ല എന്ന് ചിലർ പറയാറുണ്ട്. പിന്നെ ചിലർ പറയുന്ന ന്യായം, ഇന്ത്യ 2014 മാർച്ച് 27 ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ അസുഖം നിലവിലില്ലാത്തതുകൊണ്ട് ഇനി കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കണ്ട എന്ന് ചിലർ പറയാറുണ്ട്. ചിലർ പറയുന്നത് വാക്സിൻ വന്നാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ നമ്മൾക്ക് ഇതിനൊക്കെ തികച്ചും ലളിതമായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം, ഇന്ത്യയിൽ കേസ് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ ഇപ്പോഴും കേസ് ഉണ്ട്. അപ്പൊ നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പോളിയോ വാക്സിൻ കവറേജ് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഹെൽത്ത് സെക്ടറിൽ നിന്ന് എടുക്കുന്ന കുറച്ച് നടപടികൾ എന്തൊക്കെയാണ് മാം? പോളിയോ വാക്സിന്റെ ഒരു കവറേജ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഷെഡ്യൂൾ വാക്സിനും അവരെടുക്കണോ എന്നുള്ളൊരു നിർബന്ധപരമായിട്ട്, വാക്സിന്റെ ഒറ്റ ഡോസ് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകില്ല. ഷെഡ്യൂൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വൈറസിനെതിരെ സ്ഥിരമായിട്ട് പ്രതിരോധശേഷി കൈവരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ ഡോസിനും അതിന്റേതായ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 6 ആഴ്ചയിൽ ഒരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ 6ലും 10ലും എടുക്കുന്ന ഡോസുകൾ പ്രതിരോധശേഷി ഉണ്ടാക്കാനായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൂസ്റ്റർ ആയിട്ട് കൊടുക്കുന്നത് ആ ഉണ്ടായ പ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. പിന്നെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വാക്സിനേഷന്റെ കവറേജ് ഉറപ്പാക്കുന്നത് അല്ലെ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിയോ വാക്സിനേഷനുകളിൽ നമ്മുടെ തുള്ളിമരുന്ന് OPVയും അതുപോലെ തന്നെ IPVയും കുത്തിവയ്പും തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? OPVയും IPVയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം
ഒന്ന് ഓറൽ പോളിയോ വാക്സിൻ ആണ്, അത് വായിൽ കൊടുക്കുന്ന തുള്ളിമരുന്നാണ്. IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്, അത് കുത്തിവയ്പ്പാണ്. OPV ഡയറക്റ്റ് രക്തത്തിലും കുടലിലുമാണ് പ്രതിരോധശേഷി നൽകുന്നത്. ഇത് വൈറസ് പകരുന്നതിനെ തടയാൻ വളരെ ഫലപ്രദമാണ്. IPV രക്തത്തില് പ്രതിരോധശേഷി നൽകുന്നത് കൊണ്ട് തന്നെ അത് പക്ഷാഘാതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഒക്ടോബർ 24 നമ്മളെ ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. സോ ഈ ഒരു പോളിയോ പ്രതിരോധത്തെ കുറിച്ച് നമ്മുടെ ലിസണേഴ്സിനോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ് മാം? ഈ സമയത്ത് നമ്മള് പോളിയോ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ലോകത്തു നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ അതിനുള്ള ഒരു ഒറ്റമൂലി വാക്സിനേഷൻ ആണ്. ഓരോ കുട്ടിക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള ഓരോ കുട്ടിക്കും ഓരോ തുള്ളി പോളിയോ മരുന്ന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള എല്ലാ വാക്സിനുകളും നൽകുക. നമ്മുടെ കുട്ടിക്ക് വാക്സിൻ നൽകുന്നതോടെ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ മാത്രമല്ല ഒരു തലമുറയുടെ ആരോഗ്യവും ഒരു രാഷ്ട്രത്തിന്റെ പോളിയോ വിമുക്തമായ ഭാവിയുമാണ്. ഒരു കുഞ്ഞിനെയും വിട്ടുകളയരുത്. എല്ലാവരുടെയും വാക്സിനേഷൻ എത്തിക്കുക എന്ന് മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഓക്കെ മാം, അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഈ ഒരു ദിവസം ജോയിൻ ചെയ്ത് ഈ ഒരു പോളിയോയുടെ പ്രാധാന്യത്തെ പറ്റി നമ്മുടെ ലിസണേഴ്സിൽ ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു. പോളിയോ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ ഒരു രംഗത്ത് അവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ ഇന്നത്തെ ഒരു ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ ഒക്ടോബർ 24 ഓരോ വേൾഡ് പോളിയോ ദിനവും നമ്മുടെ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വാക്സിനേഷൻ, ജാഗ്രത എന്ന് തന്നെയാണ് അല്ലെ. പോളിയോ മുക്തമായിട്ടുള്ള ഒരു ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൃത്യസമയത്ത് പോളിയോ തുള്ളിമരുന്ന് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമ തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം എല്ലാ പോളിയോ ഡേയിലും നമുക്ക് ഓർക്കേണ്ടതായിട്ടുമുണ്ട്. സോ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം, വീണ്ടും ജോയിൻ ചെയ്യാം. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ഏലിക്കുട്ടി സൈനിങ് ഓഫ്. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.